ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇത് മേമയുടെ വീട്ടിലാണ് തിരുവോണം ദിവസം ആഘോഷിക്കാൻ വന്നത്. നേരത്തെ ചെറിയ ക്ലിപ്പാണേ. ഗൈസ്, നമ്മളങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് രാജനങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ 2 കേക്കാണ് മുറിക്കാൻ. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഗൈസ്. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. തിരുവോണ ദിവസം എടുത്തതാണ് ഗൈസ്, വീഡിയോ ആണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്കൊക്കെ പോകാം. അപ്പം ഞങ്ങളങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണ് അങ്കിള്, കേക്ക് കട്ട് ചെയ്യാൻ. നമുക്കിനി നേരെ കേക്ക് മുറിക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു फोटो फोटो ഗൈസ്, അങ്ങനെ അപ്പം എല്ലാവരും കേക്ക് കൊടുക്കാനായിട്ട് അടുത്തായിട്ട് പോവാണ്. അതുകൊണ്ടല്ല ഇനി കിട്ടത്തില്ല, ഇടയ്ക്കല്ലേ കൊടുക്കൂ. ചെറിയ കഷ്ടം ആര് കൊടുക്കാനാ കിട്ടൂ. സന്തോഷമില്ലേ? ഈ കുഞ്ഞമ്മ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഷുഗർ പിടിക്കേണ്ടത് മീഡിയം. फोटो फोटो എളുപ്പാട്ടെ യോ
ഫോട്ടോഗ്രാഫറാ ഇല്ല എനിക്ക് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല എനിക്ക് കട്ട് താങ്ക് യു വലിയ വിശ്വാസം വലിയ ദിവസം വന്നിട്ട് കൃഷ്ണ തിരിച്ചു കൊടുക്കാന്നോ ഗൈസ് നിങ്ങൾ ഈ വരുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഈ ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരാളാണ് ഗൈസ്. അങ്ങനെ ഇവക്ക് 5 or 6 കുട്ടികളുണ്ടെന്നാണ് മെയിനായിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര വില്ലത്തിയും കൂടിയാണ് ഗൈസ്. അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഗൈസ് ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ഒന്നും ഇലയില്ലെന്നുള്ള കാര്യം. പിന്നെ ചമ്മ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് കട്ടാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ നോക്കുകയാണ്, ചമ്മിയല്ലോ എന്നുള്ള മട്ടാണ് ഇപ്പോൾ എൻ്റേത്. അവിടെ ചമ്മി എന്നുള്ളത് എനിക്ക് പിടി. പിന്നെയാണ് ഞാൻ എന്നാൽ പിന്നെ ഇല കണ്ടുപിടിച്ചിട്ട് വെട്ടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇല വെട്ടുകയാണ് ഗൈസ്. അവിടെ വെച്ച് ഒരു ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ട് അവരെല്ലാം ചിരിച്ചു ഗൈസ്. അപ്പം ഞാനിങ്ങനെ തിരിച്ചിരിക്കാൻ വന്നു. ശകലം അത് ഇത് ശരിയല്ല കേട്ടോ. നീ നിന്റെ അമ്മയും കുഞ്ഞമ്മയും മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ 2 വലിയമ്മമാരോട് ഇരിക്കില്ലേ. എന്റെ ഫോട്ടോ ഇട്ടാ റീച്ച് പോകും. റീച്ച് പോവേ. ഗൈസ് ഇവിടെ 2 കാണാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരട്ടെ. എന്തോ സംസാരിക്കുകയാണ്. ആരാണത്? എന്തോടി എന്നെ ഫോക്കസ് ചെയ്യുന്നേ? അവനെ എന്തേടി കഴിക്കുക? മുഞ്ചേ പോയി സീനറി എടുക്കാന്ന് പറഞ്ഞു. വിളിച്ചു വേണ്ട